ഹലോ സാർ. സാറേ പറഞ്ഞു. സാറേ, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഇവിടെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ആ ഫാമിലിയുടെ ലീഡർ ആയിരുന്നു. അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞായിരുന്നു പീടിയെന്ന്. ഓക്കെ മനസ്സിലായി. നീഗൻ എന്ന് പറഞ്ഞ പുള്ളിയാണോ? അത് തന്നെ, അത് ഞാൻ ആള് തന്നെ, അത് തന്നെ. അകത്ത് പോണ്ട്. ഓക്കെ സാർ. സാറേ മറ്റേ ടി വിന്ന് മറ്റേ ഫാമിലി വന്നിട്ടുണ്ട് സാറേ. ആണോ? അതിന്റെ ലീഡർ വന്നിട്ടുണ്ട്. അവരെന്തി സാറേ മേലോട്ട് പോകട്ടെ. സാറേ കൊണ്ടുവരട്ടെ. ഹലോ അണ്ണാ, ഇതെന്താ പൂക്കിയൊക്കെ ആയിട്ട്? ചന്ദ്രൻ എന്തി? അകത്തകത്ത് സാർ എന്റെ എടുക്കുവോ? ഡെബിറ്റ് കാർഡ് ഒന്നും ഇല്ല സാർ. എന്നെ അകത്തോട്ട് കയറ്റി വിടും. ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് പുറത്തോട്ടുണ്ട്. ഹലോ, ഹലോ, അതാണ് പുള്ളിക്കാരനാണ്. പറയടാ. സാറേ, എന്തായിരുന്നു പ്രശ്നം? എന്ത് പറ്റി? ഓക്കെ സാറേ, ഒന്നുമില്ല സാറേ. നമ്മള് പീഡിയുടെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ കേട്ടു. ഫയറിംഗ് കേട്ടു. അപ്പൊ നമ്മളവിടെ ചെന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീഗൻ എന്ന് പറഞ്ഞ ആള് ഒരാളെ, സാറേ ഒന്ന് സൈലന്റ് ആവുമല്ലോ. നീഗൻ എന്ന് പറഞ്ഞ ആള് ഫയർ ചെയ്യണം നമ്മള് കണ്ടു. ഒരാളെ ഡൗൺ ആക്കി. ഒരു സിറ്റിസണാ. നമ്മളാളെ ടേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആളെ ഓടി പീഡി വണ്ടി എടുക്കാൻ നോക്കി. പീഡി വണ്ടി ഇതായിരുന്നു, ലോക്കറ്റായിരുന്നു. പീഡി വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ ടേസ് ചെയ്തപ്പോ പുള്ളി ഗണ്ണെടുത്തു. നമ്മൾ ടേസ് ചെയ്ത് പുള്ളിനെ സെല്ലിലോട്ട് കൊണ്ടുവന്നു പീഡിയുടെ. നമ്മുടെ ഇത് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്തപ്പോ പുള്ളിയുടെ ഇന്ന് ഒരു 7 ഗണ്ണ് കിട്ടി. ഓക്കെ, അണ്ണദർ റേസ്. ഓക്കെ, ബാക്കി 7, പിന്നെ 78 പോഷൻ, 68 വേറെന്തോ ബ്ലൂ പോഷൻ, പിന്നെ കുറച്ച് ബുള്ളറ്റ്, പിന്നെ 102 ബ്ലാക്ക് മണി, അത്രയും കിട്ടി. ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കോള് കിട്ടിയായിരുന്നു. നമുക്ക് ഒരു സിറ്റിസൺ വിളിച്ചതെന്ന് പറഞ്ഞാൽ നീഗൻസിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഗൺ ഡീലിംഗ് നടത്തുന്നുണ്ട്, ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞ പുള്ളി കോള് കട്ട് ചെയ്തു. പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷൻ നടന്നു. ഇപ്പൊ കൺഫേം ചെയ്യാം. അത് അണ്ണു ഞാൻ പറഞ്ഞു. പേര് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാറേ. പേര് പറയാൻ പറ്റത്തില്ല സാർ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല സാറേ. ഇത് അൺനോൺ നമ്പറിൽ നിന്നാ വന്നത്. അപ്പൊ നമുക്ക് ഇത് ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത് കൺഫേം ചെയ്യാൻ പറ്റൂല. വെറുതെ അല്ല സാറേ, നമുക്കിപ്പോ ആര് അൺനോൺ നമ്പർ വിളിച്ചാൽ കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആളുടെ ഇത്രയും ബൾക്കായിട്ടൊരു ഇല്ലീഗൽ ഗൺസ് കിട്ടാൻ നേരത്ത് നമുക്കത് കൺഫേം ചെയ്താലേ പറ്റൂ സാറേ. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു വക്കീലുണ്ടെങ്കിൽ എന്നാ സാറേ ആള് ജയിലിട്ടോ സാറേ. ജയിലിട്ടിട്ട് എങ്ങനെയാ പ്രൊസീഡ് ചെയ്തോ? കുഴപ്പമില്ല, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. അവനെ നമുക്ക് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇറക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അണ്ണന്ന് വരാം. എനിക്കൊരു കാര്യം പറയാനാണ്. അണ്ണന്ന് വരാം. ആൾക്ക് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആള് സെല്ലിലോട്ട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് സംസാരിക്കണം സാർ. എനിക്കൊന്ന് സംസാരിക്കണം. എന്നെ മാത്രം വേറെ ആരും വിടല്ല. വേറെ ആരും. ഓക്കെ സാർ വാ, സാർ വാ. അല്ല, ഞാൻ മാത്രം കേട്ടില്ല. ആളെ കാണണം. എടാ, 7 ഗൺ ഇവന്റെ എങ്ങനെ വന്നടാ? ഒരാൾക്കല്ലേ സാറേ, സംസാരിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. അതാർക്കാ അവിടെ പ്രശ്നം? അവന് പീടിന്ന് മാറ്റണമല്ലോ. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ ഒരു പരന്ത് ദിവസം സാർ. പരന്ത് ദിവസം.
ഇതാരാ കാരണം നമുക്കിതിപ്പോ ഇത്ര ഇതായ കാരണം പുള്ളി ഇപ്പൊ ഒരു ഗണ്ണും ഇല്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇത്ര ബൾക്കായിട്ട് വന്ന കാരണമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി സാറേ, മനസ്സിലായി. എനിക്കൊരു പിടുത്തമില്ല സാർ, ഇത്രയും ഗണ്ണും എന്റെ കയ്യിൽ എങ്ങനെ വന്നു. എനിക്ക് അവനോടൊന്ന് അല്ല സാറേ, സംസാരിക്കണം. നമുക്ക് ഇതിനു മുമ്പ് ഒരു കോള് കിട്ടി. ഓക്കെ, നമുക്കത് ബേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ ഇത് ഇത്രയും ഗണ്ണ് കിട്ടിയപ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്തത്. ഓക്കെ 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 ബൾക്കായിട്ടൊരു ഗണ്ണ് കിട്ടിയ കാരണമാണ് നമ്മൾ ഇത്ര ഇതായത്. ഓക്കെ സാർ. ഹലോ സാറേ, സാറേ, അകത്ത് കയറത്തില്ല, ഇവിടെ നിന്ന് സംസാരിച്ചു. ഓക്കെ ഓക്കെ സാറേ നമ്മളൊക്കെ ലീവ്. സാർ ഒന്ന് സംസാരിച്ചോട്ടെ. ഹലോ സംസാരിച്ചു. നീക, അടുത്തോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഒരു അബദ്ധം പറ്റിയെണ്ണ. എന്താ അബദ്ധം? ഇവര് പിടിച്ച് നിന്റെ 7 ഗണ്ണ് എവിടുന്ന വന്നേ? അണ്ണാ മറ്റേ ഇത് പോയ ചീത്തയ തോക്സില്ലേ, അതാ. ചീത്തയാ തോക്കല്ലല്ലോ അത്. ചീത്തയ തോക്കണ്ണ, ചീത്തയ തോക്ക. ഒരു സെക്കൻഡ് അണ്ണാ. സാറേ, ഇവന്റെ പിടിച്ച തോക്ക് ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ചീത്തയാ ഞാൻ തോക്ക്. പറയാം സാറേ. 7 ഗണ്ണുണ്ടായിരുന്നു ടോട്ടലി. പിന്നെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റിയും 1 ഗണ്ണ് ആള് യൂസ് ചെയ്ത ഗണ്ണുമാണ്. എന്ന് വെച്ചാൽ എത്ര പകുതിയോ മുക്കാലോ എന്തോ യൂസ് ചെയ്ത ഗണ്ണുമാണ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. ഒരു സെക്കൻഡ്. അണ്ണാ എടാ, ഞാൻ നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. നീ എന്നോട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നിനക്ക് അതിന്റെ പണിഷ്മെന്റ് TV ന്നും കിട്ടും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റി, 1 ഗണ്ണ് നീ യൂസ് ചെയ്ത ഗണ്ണ്. ഇല്ലണ്ണ, ശരിയണ്ണ, എടുത്തണ്ണ. സത്യം പറയാം, എവിടുന്ന് എടുത്താ? അണ്ണാ, അത് വണ്ടി വന്നപ്പോ. ഏത് വണ്ടി വന്നപ്പോ? കൺസ്യൂമറിന്റെ വണ്ടി വന്നപ്പോ. ഇത് നിനക്കല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം? അണ്ണാ, ഇത് എനിക്ക് മാത്രം അറിയില്ലണ്ണ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആരോടും പറഞ്ഞിട്ടില്ല? കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം വന്നപ്പോ മരിച്ചടിക്കാൻ ആർക്കും അറിയില്ലണ്ണ. നീ ടിവിയുടെ മെയിൻ സ്ലോട്ടിൽ സസ്പെൻഡ് ആണേ നീക. അല്ല പറഞ്ഞോ. സാറേ, വേറൊന്നും ചോദിക്കല്ല. ഓക്കെ. അപ്പൊ സാർ എന്ത് നമ്മള് സാർ നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ. നമ്മളെന്താ ഇപ്പൊ നിങ്ങളെ വിളിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മോശമല്ലേ? അതാണ് നിങ്ങളെ വിളിപ്പിച്ച്. അതും ഇത്ര 7 ബൾക്കായിട്ട് കിട്ടിയ കാരണം മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മനസ്സിലായി സാർ, മനസ്സിലായി. നിങ്ങൾക്കും ഇവിടെ കുറെ ഡെക്കോറംസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലോ. അത് വീടിന്റെ ഫ്രണ്ട് വെച്ച് അടിച്ചിട്ട് ഞങ്ങള് കൺമുമ്പി വെച്ചാണ് അടിച്ചിട്ട്. അത് കാരണമാണ്. മനസ്സിലായി സാർ, മനസ്സിലായി. കറണ്ട് പോയി കേട്ടാ. സാറിനെ വെളി ഇറക്കി തരാം. ഓക്കെ സാർ നേരെ വന്നോളൂ. എങ്ങോട്ടാ സാറേ? എങ്ങോട്ടാണ്? ഇത് വഴിയോ? നേരെ വന്നോളൂ സാറേ, നേരെ വന്നോളൂ. നേരെ വെക്കോളൂ സാറേ, നേരെ വന്നു. കറണ്ട് ബില്ല് അടച്ചില്ലായിരുന്നോ സാറേ? അല്ല സാർ, ഇത് സിറ്റിയിൽ സിറ്റിയിൽ പവർ മൊത്തത്തിൽ പോയാണോ? ഫുള്ള് പോയത് സാർ. ഇത്രയും കള്ളന്മാരൊക്കെ കിടക്കണമല്ലേ, ഒരു ഇൻവേർട്ടർ മേടിച്ചു വെച്ചൂടെ? സത്യം സാറേ, ഈ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഇൻവേർട്ടർ ഇവിടെ അർജന്റാ സാർ. ഇവിടെ ഇടയ്ക്കൊക്കെ പവർ കട്ട് ഉണ്ട്. LDF ആയിരുന്നെങ്കിൽ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ പഴയ നാട് ഇപ്പൊ LDF ആയിരിക്കണം. അവിടെ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ല. സാറേ, കണ്ടല്ലെന്നാലും സന്തോഷം. ഓ, സന്തോഷം സാറേ, സന്തോഷം. താങ്ക് യു സാറേ. എന്നാ പോയിട്ട് പോയിട്ടോ. നോക്കുന്നത് ബാക്ക് ടു മെയിൻ. ഇപ്പൊ അത് സത്യമല്ലേ പറഞ്ഞേ? 10 വർഷമായി പവർ കട്ട് വന്നിട്ട്. മനസ്സിലായോ? നല്ലത് പിന്നെ പറയണ്ടേ. ഇനി ഇവൻ നീഗൻ ഗാങ്ങിൽ കളിക്കത്തില്ല. ഓക്കെ, വേറെ അതിനപ്പുറത്ത് തീരുമാനമൊന്നുമില്ല. എത്ര എണ്ണ? അവൻ ഇതിനകത്തുനിന്ന് 7 ഗണ്ണാണ് എടുത്തോണ്ട് പോയത്. വേറെ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ വഴിയെ നോക്കിക്കോളാം. ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് കളിക്കത്തില്ല. ഇത് എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ഏത് ദിവസം? ഇന്ന് എന്ത് ദിവസമാടാ അത്? ഇന്ന് നമുക്ക് റിമൂവ് ഇടാൻ പറ്റുമോ? അല്ല, ഇന്ന് റിമൂവ് ഇടാൻ പറ്റുമോ? സാറ്റർഡേ അല്ല അപ്രൂവ് ആക്കത്തുള്ളൂ. ഫ്രൈഡേ ഇടാൻ പറ്റുമോ? ടൈപ്പ് ചെയ്താൻ പറ്റത്തില്ല. ഞാൻ ഇട്ടോളാവേ. നീഗനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ മാമനെ തിരിച്ചിടുക ലൈനപ്പിനകത്ത്. ഒരു സ്ലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആരെങ്കിലും റിക്രൂട്ടും ചെയ്യും. ഈ കറണ്ട് വരൂലേ നാശം പിടിക്കാൻ? ഇവിടെ ഇൻവേർട്ടർ ഒന്നും ഇല്ലേ?
നീകനൊപ്പം നീ ആർക്കൊപ്പം നിന്നാലും എനിക്കൊരു പറയില്ല. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നീ ഒന്നും തീരുമാനിക്കണ്ട. നീ ആർക്കൊപ്പം വേണേലും നിൽക്ക്. നീ നീകന്റെ ഒപ്പം പോയി കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്ക്. കളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കളിക്കത്തില്ല. നീ എനിക്ക് ഇതിന് മുകളിൽ കളിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് കളിപ്പിച്ച് കാണിച്ചാ. ഹലോ ആ കൊച്ചൊന്ന് വന്നേ. டாப் குரூப் கிட்ட கன் டீல் பண்ணிருக்காங்க. அதுவும் லைக் 40 ഗൺസോ 35 ഗൺസോ. കോച്ച് വെളിയിൽ നിന്ന് എടുത്ത് വെച്ച് ഇത് ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ഗ്യാങ് അസറ്റിൽ നിന്ന് ഇത് ചെയ്യാൻ പാടില്ല കോച്ച്. ഈ ഗ്യാങ് അസറ്റ് ആരുടെയും അതൊന്നുമല്ല. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന്റെ ഹാർഡ് വർക്ക് ആണത്. ഈ ഗ്യാങ് അസറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് പൈസ ആക്കുന്ന ഏതവനാണേലും അത് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്റെ കണ്ണിൽ കൂടെ ഇപ്പൊ ഞാനിത് ഡയറക്റ്റ് അറിഞ്ഞ കാര്യമാണ്. നീകൻ കണ്ണ് വിറ്റു, അത് വിത്ത് പ്രൂഫ് ഞാൻ എന്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ഇതുപോലെ ആരെ കാണുന്നോ അവരെല്ലാരും ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റും. അണ്ണാ കഴിഞ്ഞ തവണ കൺസൈൻമെന്റിന് കണ്ണുകൊണ്ട് വെച്ച സമയത്ത് ഞാനാണ് ഗാഡി ഇത് കൊണ്ടുവന്നത്. വണ്ടി എല്ലാം ഇവിടെ കൊണ്ട് ഗ്യാങ് ഹൗസിൽ ഏൽപ്പിച്ചത്. അന്നേരം ഗണ്ണ് ഇവരെ എടുത്ത് വെക്കേണ്ട. അന്നേരം അതിൽ നിന്ന് കുറച്ച് ഗണ്ണ് മിസ്സിംഗ് ആയിരുന്നു. മിസ്സിംഗ് ആയതല്ല, ഗണ്ണ് ആര് വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലൈക്ക് ഇതാ നീകം പറഞ്ഞ് വണ്ടിക്കകത്തിരുന്നിട്ട് 25 ഗണ്ണ് കിട്ടിയിട്ട് അതില് 17 ഗണ്ണ് എന്റെ ഇരിക്കുന്നേ. അതിൽ 7 ഗണ്ണ് അവനില ഇരുന്നേ. അന്നേരം ഞാൻ പറഞ്ഞ് ഇത് നമുക്ക് മീറ്റിംഗിൽ വാസുവിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം വാസുവിന്റെ തന്നെ കൊടുക്കാന്നുള്ള രീതി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞു വെക്കുമായിരുന്നു. ഇന്നലെ ഇത് ഓൾറെഡി ഓക്കെ. പക്ഷെ ഞാൻ അകത്ത് കയറി നീകനോട് സംസാരിച്ചപ്പോ നീകൻ പറഞ്ഞ ഇതല്ലല്ലോ, ഈ കഥയല്ലല്ലോ. നീകൻ എന്താ പറഞ്ഞ? നീകൻ എന്നോട് പറഞ്ഞു പൈസക്ക് ആവശ്യം വന്നോണ്ട് ഗ്യാങ് അസറ്റ് എടുത്തു. അവൻ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ ആരുടെ വിശ്വസിക്കണം? അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അവൻ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞ് എന്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അവനോട് പറഞ്ഞു നീ ഇനി ഗ്യാങ് സ്ലോട്ടിൽ ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. വേറെന്താ ഇതില്? ഞാനാണെങ്കിൽ ഇതേ ചെയ്യത്തുള്ളൂ അണ്ണാ. ഞാനാണെങ്കിൽ സസ്പെൻഷനും കൊടുത്ത് ആ കണ്ണിന്റെ കാശ് കൊണ്ടുവരാനേ ഞാനും പറയത്തുള്ളൂ അവന്റെ അടുത്ത്. അതെ അല്ല ഒന്നെന്തായാലും തൽക്കാലം പുറത്തിരിക്കട്ടെ. ഇവിടുത്തെ ഗ്യാങ്ങിലുള്ളവന്മാരുടെ കൊട്ട് മേടിക്കുമ്പോൾ ചോദിക്കാൻ വരെ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം മാമന്റെ അടുത്ത് ഒരുത്തം വന്ന് ഗ്യാങ്ങിലുണ്ടോന്ന് ചോദിച്ചിട്ട് പോയി. ഇനി ഏതവൻ ഗ്യാങ്ങിലുണ്ടെന്ന് ചോദിച്ചിട്ട് പോയാലും ഇനി എന്തായാലും അതൊന്നും ഇനി സോൾവ് ചെയ്യാൻ ഞാൻ എന്തായാലും നിൽക്കത്തില്ല. ഞാൻ പോയി സിറ്റുവേഷൻ എടുക്കും. ഇനി സിറ്റുവേഷനിലേ നിർത്തുന്നുള്ളൂ. ഇനി സോൾവ് ചെയ്യുന്ന പരിപാടി ഇല്ല. അവനൊന്നും പറഞ്ഞില്ല. അവൻ തിരിച്ചൊന്നും പറയാതെ അവൻ നടന്നു പോരുന്നു തലയും കുനിച്ച്. ഇനി അങ്ങനെ ഒരു ടിവിയുടെ ഒരു മെമ്പറിന് അങ്ങനെ വരേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞതല്ല. ഗ്യാങ്ങിൽ ഇവിടെ ഞാൻ ഗണ്ണിവിടെ കൗണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഒരിടയ്ക്ക് വരെ. അങ്ങനെ എല്ലാരും മെമ്പറായാലും ആരാണെങ്കിലും ഗ്യാങ് ലോക്കറിന്റെ അകത്ത് വെക്കുന്ന സാധനം കൗണ്ട് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇന്ന് ഗണ്ണ് തരാൻ വേണ്ടി ഇന്നത്തെ മീറ്റിംഗിൽ. അപ്പൊ ഗണ്ണ് നമ്മളിപ്പോ കൺസൈൻമെന്റ് വണ്ടിക്കകത്ത് നിന്ന് 25 ഗണ്ണ് പോയിട്ട് ഗ്യാങ്ങിലുള്ള ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ 7 ഗണ്ണ് പോയ കാര്യം നമ്മൾ അവനെ പിടിച്ചോണ്ടല്ലേ അറിഞ്ഞേ. അപ്പൊ ഇവിടെ ഉള്ള ആരും ഇതെണ്ണില്ലേ? എനിക്ക് എല്ലാരെയും കൊണ്ട് നടന്ന് മറ്റേ ഗണ്ണ് എടുത്ത് കൊടുത്തു വെച്ച് എല്ലാവരും ചെയ്യാൻ പറ്റൂല. ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗണ്ണെടുത്ത് വെക്കേണ്ട ഇതിലുള്ള എല്ലാരെയും കടമയാണ്. അപ്പൊ കണ്ണന്മാര് എണ്ണി വെക്കണം അതിന്റെ അകത്ത്. അതിന്റെ അടുത്ത് പറയണം എന്നിട്ട് എത്ര കണ്ണ് ഇത്ര 25 കണ്ണ് പോയിട്ട് അറിഞ്ഞില്ലെന്ന് പറയണത് എന്താ? ആരും ഇപ്പോഴല്ലേ അറിയണം എന്നാ ചന്ദ്ര 25 ഗണ്ണ് പോയിട്ടെന്നല്ല. ഇവിടുന്ന് ഗണ്ണും കാര്യങ്ങളും പുറത്തു പോകുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിനു മുമ്പേ അറിഞ്ഞ. ഇതിനകത്ത് പല ആൾക്കാരും ഈ പറയണത് പോലെ ഇതാക്കി. അവന്റെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷന് നീയൊക്കെ പോകുമ്പോ എങ്ങനെയാണ് 60-70 പോർഷൻസ് ഒക്കെ എടുത്താണോ വെച്ചോണ്ട് പോണത് നിങ്ങളൊക്കെ? 60 എന്റെ ഇൻവെന്ററിയിൽ നോക്കിയാൽ തന്നെ ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? എന്റെ 7:34, മറ്റേത് 7:34. അത് കഴിഞ്ഞ വാറിന് പോയപ്പം ആരാണ്ട് എന്റെ അധികം എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. അതുകൊണ്ടായിരിക്കും എന്റെ 34 ഇരിക്കുന്നത്. ഒരു വാറിന് പോണ സമയത്ത് 60-70 ഹീലബിൾസ് എടുത്ത് കയ്യിൽ വെക്കേണ്ട ആവശ്യം എന്തിന്? ഇതെല്ലാം ഗ്യാങ് അസറ്റ്സാ. ഇവിടെ ഈച്ച് ആൻഡ് എവരി വൺ കഷ്ടപ്പെട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഗ്യാങ് അസറ്റ്സാ. ഇത് കണ്ടവർക്ക് കൊണ്ടതും വെളിയിൽ കൊണ്ടൊന്നും മറച്ചു വെക്കാനുള്ളതല്ല ഇത്. ഇതെനിക്ക് എന്തായാലും ഇതാക്കാൻ വരത്തില്ല. ഞാൻ ഇതെന്തായാലും വെറുതെ വിടാൻ വരത്തില്ല എനിക്ക്. സോ ഞാൻ ഈഗനെ എന്തായാലും TV കറണ്ട്ലി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം എൻ്റെ അടുത്ത് ഡയറക്റ്റ് സമ്മതിച്ചു. ഞാൻ പോലീസുകാർ എൻ്റെ അടുത്ത് വിത്ത് അവരുടെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ചാറ്റിൽ കിടന്ന് നീയൊക്കെ ഇനി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. മനസ്സിലായ? ഇതൊരു RP ആയിട്ട് കാണണം. ഞാൻ ഈ ഗ്യാങ്ങിൻ്റെ ലീഡറാ. ഞാൻ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഗ്യാങ് അസറ്റ്സ് വെളിയിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്ന് സ്വന്തമായിട്ട് സമ്മതിച്ച ഒരാളെ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. നീയൊക്കെയാണ് RP ആയിട്ട് കാണണ്ട. ഞാനല്ല RP ആയിട്ട് കാണാത്തത്. മനസ്സിലായ? പോലീസുകാരൻ ഡയറക്റ്റ് എന്റെ ക്യാരക്ടറിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസിഷൻ ഇപ്പൊ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് ഉരുവാക്കുறாங்க ஹீலிங்ஸ் போர்ஷன்லாம். அதெல்லாம் கூட வித்தா இட்ஸ் வெரி பேட்.
അത് നീ സ്ട്രിക്റ്റാവേ ഫോളോ ചെയ്യും. ഇതില്ല, ഇത് സ്ട്രിക്റ്റ് ആണ് കോച്ച്, ഇത് സ്ട്രിക്റ്റ് ആണ്. ഇതിൽ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല. ഇതിനകത്ത് സസ്പെൻഷൻ ആണ്. ഇതിനൊരു സോൾവിങ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഗ്യാങ് അസറ്റ്സ് എടുത്ത് വെക്കണ്ട. വേറെ എന്ത് വെച്ച് വേണേലും തമാശ കളിച്ചോ, ഗ്യാങ് അസറ്റ്സ് എടുത്ത് വെക്കണ്ട. പിന്നെ എനിക്ക് നിന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഇതാക്കിയാൽ മതിയേ. ഞാൻ ഉള്ള കാര്യം പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് സജഷൻ അല്ല. ഇത് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുക ഡിസിഷൻസിനെ. ഇത് സജഷൻ അല്ല. ബാബു വരുമോ? എനിക്ക് അറിഞ്ഞൂടാ കോച്ച്, എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ.